നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ ഹാവ് എ ലോട്ട് ഓഫ് പ്രഷർ ടു വിൻ ദിസ്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഐ വുഡൻ മൈൻഡ് ബ്രേക്കിംഗ് എ ഫ്യൂ ഹാർട്ട്സ്. മിച്ചൽ സാന്റ്നർ പറയുകയാണ്, ഈ കളി ജയിക്കാൻ ഇന്ത്യക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. എന്ത് സംഭവിക്കും നമുക്ക് കാണാം. പിന്നെ കുറച്ച് ഹൃദയങ്ങൾ തകർക്കുന്നത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. തകർക്കും ചില ഹൃദയങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇന്ത്യക്കാരുടെ ഹൃദയം തകർക്കും. സ്വാഭാവികമാണ്. ഇപ്പോൾ അത് ഒരു വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിന് മുമ്പ് എതിർ ടീമിൻ്റെ ക്യാപ്റ്റൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുക. അല്ലാതെ ഞങ്ങൾ തോറ്റു കൊടുക്കും, അവർ ഹൃദയം നിറഞ്ഞ് തുള്ളിച്ചാടട്ടെ എന്നൊന്നും പറയില്ല എന്നറിയാം. എന്നാലും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ എന്തൊക്കെയാണ് മിച്ചൽ സാന്റ്നർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കുകയാണ്. നാളെയാണല്ലോ ആ നമ്മളൊക്കെ കാത്തിരിക്കുന്ന പൂരം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ T20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ അഹമ്മദാബാദിലെ മൊട്ടേറ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുകയാണ്. കളിക്ക് മുന്നോടിയായിട്ട് ഇതാ മിച്ചൽ സാന്റ്നർ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കുറേ കാര്യങ്ങൾ പറയുന്നു. ജസ്പ്രീത് ബൂംറയെ അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. വരുൺ ചക്രവർത്തിയുടെ ഫോമിനെ കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ മത്സരത്തിനായിട്ട് പ്രിപ്പയർഡ് ആവുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എത്രത്തോളം എക്സൈറ്റഡ് ആണ് ടീമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ അവരുടെ ക്യാപ്റ്റൻ പറഞ്ഞ വാക്കുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, പ്രറ്റി എക്സൈറ്റഡ്. ഫൈനൽ മത്സരത്തിന് വളരെയധികം എക്സൈറ്റഡ് ആണ്. ഈ ടൂർണമെൻറ്റിന് മുമ്പ് ഞങ്ങൾ ഇന്ത്യയിൽ വന്ന് കളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇറ്റ്സ് നോ സീക്രറ്റ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി ഔട്ട് ദെയർ ടുമാറോ. താരങ്ങളൊക്കെ വളരെ ആവേശത്തിലാണ്. ബോയ്സ് ആർ ബസിങ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ഗെയിം ഷൂട്ട് ഔട്ടാണ്. ഒറ്റക്കളി ജയിച്ചാൽ കിരീടം, ഇല്ലെങ്കിലില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരുടെയും മത്സരമാകാം. ഞങ്ങളുടേതാകാം, അവരുടേതാകാം. ഇറ്റ് കുഡ് ബി എനി വൺസ് ഗെയിം. ഇവിടെ മൊമൻറ്റം അത് ഒരു മാസീവ് പാർട്ട് വഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ പിച്ച് ഫ്ലാറ്റായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഹൈ സ്കോറിംഗ് മത്സരം. ബൂംറ, എല്ലാവരുടെയും കോൺവെർസേഷനിൽ ബൂംറയുണ്ട്. ബൂംറയെക്കുറിച്ചാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹമായിരുന്നു ഗെയിം ചേഞ്ചർ. ഒരു വേൾഡ് ക്ലാസ് ബൗളറാണ് അദ്ദേഹം. ഞങ്ങൾ ബൈലാറ്ററൽ സീരീസിൽ നല്ല രൂപത്തിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടു, ശരിയാണ്. 5 മത്സരങ്ങൾ നല്ല സർഫേസുകൾ ഞങ്ങൾ കളിച്ചു. തീർച്ചയായിട്ടും അതെല്ലാം ലേണിംഗ് കേഴ്സ് ആയിരുന്നു. അതെല്ലാം ഒരു പാഠമായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഫോർമാറ്റിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് കപ്പ് ഫൈനൽ എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ സീരീസ് പോലെയല്ല. ഇറ്റ്സ് പ്രെറ്റി മച്ച് ഡിഫറെൻറ്റ്. തീർച്ചയായിട്ടും ഒരു കിരീടം നേടുക, അതിന് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം ഞങ്ങൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണല്ലോ ഇതുവരെ വന്നത്. അപ്പോൾ ഇത്തവണയും അതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല. ഞങ്ങളുടെ ലിറ്റിൽ തിങ്സ് നല്ല രൂപത്തിൽ ചെയ്താൽ ഞങ്ങൾ ഗുഡ് പൊസിഷനിലെത്തും. തീർച്ചയായിട്ടും ചില ഹൃദയങ്ങൾ തകർക്കുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. യെസ്, അതാണ് ഇന്ത്യക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ആരാധകരുടെ ഹൃദയം തകർക്കും എന്നുള്ള സൂചന അദ്ദേഹം നൽകുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു, വരുൺ ചക്രവർത്തിയെക്കുറിച്ച് ചോദിക്കും. വരുൺ ചക്രവർത്തി ഇപ്പോൾ സൂപ്പർ 8 വളരെ ഒരു ബിലോ ആവറേജ് പെർഫോമൻസ് ആയിരുന്നല്ലോ. നമ്മൾ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ് അല്ല. അപ്പോൾ സാന്റ്നർ പറയുന്നു, വരുൺ ഈസ് എ വെരി ഗുഡ് ബൗളർ. തീർച്ചയായിട്ടും ഒറ്റ ഗെയിം മതി, അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റും. പിന്നെ ഇത് ഒരു ടഫ് സിറ്റുവേഷനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ഗെയിമിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചലഞ്ച് വളരെ വലിയൊരു ചലഞ്ചാണ് മുമ്പിലുള്ളത്. ഒരുപാട് വ്യത്യസ്ത കാര്യങ്ങൾ ഒരു ഗെയിമിൽ സംഭവിക്കാം. പക്ഷെ കൺസിസ്റ്റൻ്റ് ആവണം. നമ്മുടെ അപ്രോച്ചിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആവണം. വീഡിയോസ് കൃത്യമായിട്ട് കാണുക, അനലൈസ് ചെയ്യുക, കളിക്കളത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക. T20 ഈസ് എ ഫിക്കിൾ ഫോർമാറ്റ്. ചെറിയ നിമിഷങ്ങൾ ഗെയിമിൻ്റെ ഔട്ട്കമ്മിൽ വലിയ മാറ്റമുണ്ടാക്കും. അപ്പോൾ ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങൾ ബെറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവരെ സങ്കടപ്പെടുത്താൻ പറ്റും. വി ക്യാൻ അപ്സെറ്റ് ദം. ഇന്ത്യ ഹാവ് എ ലോട്ട് ഓഫ് പ്രഷർ ടു വിൻ ദിസ്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യക്ക് ഈ കളി ജയിക്കണം എന്നുള്ളതിന് വലിയ സമ്മർദ്ദമുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നാണ് ഇപ്പോൾ മിച്ചൽ സാന്റ്നർ പറയുന്നത്. ഒരു മുന്നറിയിപ്പിൻ്റെ സ്വരം. ഞങ്ങൾ പോരാടാൻ തന്നെയാണ് ഇറങ്ങുന്നത്. ചില ഹൃദയങ്ങൾ തകർക്കുന്നതിന് എനിക്ക് മടിയില്ലെന്നും ഇന്ത്യക്ക് വലിയ പ്രഷറുണ്ടെന്നും
ഞങ്ങൾ അവരെ അപ്സെറ്റ് ആക്കാൻ പോവുകയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു. സോ എന്ത് സംഭവിക്കുമെന്ന് നമുക്കും കാത്തിരുന്ന് കാണാം. സാന്യരുടെ ഈ പ്രതീക്ഷകളൊക്കെ നടക്കും. അതല്ല, നമ്മുടെ കുട്ടികൾ ഇതിന് കൃത്യമായ മറുപടി കളിക്കളത്തിൽ കൊടുക്കുമോ? ചെസ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.